എല്ലാവർക്കും നമസ്തേ. നമ്മളെല്ലാവരും സുഖം ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സുഖം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, കാരണം ദുഃഖം ആഗ്രഹിക്കുന്നവരാരുമില്ല, നമ്മൾ സുഖം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും ഒടുവിൽ ദുഃഖപര്യവസായിയാകുകയാണ്. യഥാർത്ഥത്തിൽ എന്താ ഇതിന് കാരണം? നമുക്കറിയാം, സുഖവും ദുഃഖവും മനസ്സിൻ്റെ സൃഷ്ടിയാണ് എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. കർമ്മഫലമാണ് പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത്. നല്ല കർമ്മം ചെയ്താൽ നല്ല ഫലം അനുഭവിക്കാം. മോശമായ കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ മോശമായ ഫലവും അനുഭവിക്കാം. പക്ഷേ നമ്മൾ സുഖം പ്രതീക്ഷിച്ച് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഒടുവിൽ ദുഃഖം ആയി പര്യവസാനിക്കുന്നതിൻ്റെ രഹസ്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതല്ലേ? അടിസ്ഥാനപരമായി പറഞ്ഞാൽ കർമ്മഫലം അല്ലേ എല്ലാവരും അനുഭവിക്കുന്നത്?